പ്രോബബിലിറ്റി തിയറിയുടെ 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പെക്റ്റേഷനെ പറ്റിയും അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളും ചെയ്തിരുന്നു. എക്സ്പെക്റ്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് തിയറംസ് പഠിക്കാം. ഒരുപാട് തിയറംസ് പ്രോപ്പർട്ടീസും എക്സ്പെക്റ്റേഷൻ എന്നുള്ള ഏരിയയിലുണ്ട്. എല്ലാം നമുക്ക് നോക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഉള്ള സാധനങ്ങൾ കൂടെ ചെയ്യാം. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ലീനിയാരിറ്റി ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂസ് ആണ്. എക്സ്പെക്റ്റഡ് വാല്യൂസിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറി എന്ന് പറയുന്നത് എക്സും വൈയും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. എയും ബി റിയൽ നമ്പേഴ്സ് ആണ്. സെഡ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് സെഡ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. ഓക്കെ, ഫസ്റ്റ് അതിൻ്റെ പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് pxy be the joint probability function of x and y. Joint probability function of x and y. ജോയിൻറ്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിൻ്റെ വൈൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ pxy എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസഡ് ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ നമുക്കറിയാം, സമ്മേഷൻ എക്സ് വൈ, അതായത് ഡബിൾ സമ്മേഷനാണ്. സെഡ് ഇൻറ്റു പി. സെഡ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഫംഗ്ഷനാണ് നമ്മൾ pxy എന്ന് ഡിനോട്ട് ചെയ്യുക. സെഡ് എന്ന് പറയുന്നത് നമുക്ക് സമ്മേഷൻ ഓവർ എക്സ് വൈ. സെഡ് എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ ആണ്. എ എക്സ് പ്ലസ് ബി വൈ ആണ് ഇൻറ്റു pxy. pxy ഓഫ് എക്സ് വൈ. ഓക്കെ, ഇനി ഇതിൽ എയും ബി എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ സമ്മേഷൻ പുറത്ത് എഴുതി കഴിഞ്ഞാൽ എ ഇൻറ്റു സമ്മേഷൻ ഒരു എക്സ് വൈ, ഡബിൾ സമ്മേഷൻ തന്നെയാണ് അവിടെ വരുന്നത്. എക്സ് ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക pxy പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ വൈ ഇൻറ്റു pxy എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ ഇനി സമ്മേഷൻ ഡബിൾ സമ്മേഷൻ എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് എഴുതി കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ എക്സ്, എക്സിൻ്റെ ടേം വരുന്ന സമ്മേഷൻ ഓവർ എക്സ്, എക്സ് സമ്മേഷൻ ഓവർ വൈ pxy പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ വൈ സമ്മേഷൻ ഓവർ എക്സ് pxy അങ്ങനെ എഴുതാൻ സാധിക്കും. ഇനി സമ്മേഷൻ ഓവർ എക്സ് pxy എന്ന് പറയുന്നത് py ഓഫ് വൈ ആണ്. അതായത് നമ്മളിനി അടുത്ത ഒരു ജോയിൻറ്റ് PDF-ൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടേമാണ്. അതായത് നമ്മുടെ ജോയിൻറ്റ് PDF-നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് സമ്മേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാർജിനൽ PDF ഓഫ് വൈ ആണ്, py ആണ്. സമ്മേഷൻ ഓവർ എക്സ് pxy എന്ന് പറയുന്നത് pyയും സമ്മേഷൻ ഓവർ വൈ pxy എന്ന് പറയുന്നത് pxും ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ എന്ത് വരും? അപ്പോൾ എ ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് ഈ ഒരു സാധനം, അതായത് സമ്മേഷൻ ഓവർ വൈ pxy എന്ന് പറയുന്നത് എന്ത് വരും? px എന്ന് വരും. പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ ഇവിടെ സമ്മേഷൻ ഓവർ എക്സ് pxy എന്ന് പറയുന്നത് py ഇങ്ങനെ വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഡെഫിനേഷനാണ്. സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു px അല്ലേ.
നമുക്ക് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം പ്ലസ് ബി ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈൻ്റെ എക്സ്പാൻഷൻ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് സെഡ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ പോലെ, അതായത് ഇങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് 3x - 2y എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യണം, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് 3x - 2y. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് എയും ഇത് ബിയും ആയിട്ട് വിചാരിച്ചാൽ മതി, പ്ലസ് -2 എന്നുള്ളത് ബി ആയിട്ട് വിചാരിച്ചാൽ 3 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് -2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ, എക്സും വൈയും ഡിസ്ക്രീറ്റ് ആണ് വേരിയബിൾ ആണ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡൻസിൻ്റെ പ്രത്യേകത എന്താണ്, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, എക്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പി എക്സ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ജോയിൻറ്റ് പി എം എഫ്, അതിനെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പി ഓഫ് വൈ ഈക്വൽ ടു വൈ എന്ന് എഴുതാൻ പറ്റും. എക്സും വൈ ഇൻഡിപെൻഡൻ്റ് ആണ്, പി ഓഫ് എക്സ് വൈനെ പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ബൈ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ എക്സ് വൈ എക്സ് ഇൻറ്റു വൈ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, പി എക്സ് വൈ എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് വൈ എക്സ് വൈ ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, പി എക്സ് ഇൻറ്റു പി വൈ എന്ന് എഴുതാം അല്ലേ. ഇനി ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എഴുതുമ്പോൾ സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു പി എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു പി വൈ എന്ന് എഴുതാം. അപ്പോൾ സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു പി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എഴുതണം, സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു പി എക്സും സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു പി വൈയും എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. എപ്പോൾ മാത്രമാണ് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഇനി എക്സ് ഡിപ്പെൻഡൻറ്റ് വൈ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡസ് നോട്ട് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വേരിയൻസ് എന്താണെന്നുള്ളതാണ്. വേരിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു റാൻഡം വേരിയബിൾ എക്സ് എടുക്കുകയാണ്. അപ്പോൾ ആ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എത്രമാത്രം വേരി ചെയ്യുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ എത്രമാത്രം ഹൗ റാൻഡം എക്സ് ഈസ്, അതല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ എത്രമാത്രം ആ ഡിസ്ട്രിബ്യൂഷൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് വേരിയൻസ് എന്നുള്ള ടേം. ഓക്കെ, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എത്രമാത്രം അതിൻ്റെ സാമ്പിൾസ് എത്രമാത്രം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൗ റാൻഡം എക്സ് ഈസ് എന്നുള്ളതാണ് നമ്മൾ വേരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയും. അതെന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് സ്ക്വയർ ഓഫ് square of the samples deviated from the mean ആണ്. മ്യൂ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതായത് നമ്മുടെ മീനിൽ നിന്ന് എത്രമാത്രം നമ്മുടെ ഓരോ സാമ്പിൾ വാല്യൂവും ഒബ്സർവേഷനും വേരിയേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷനാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂ എക്സ് എന്ന് പറയുന്ന എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് എക്സിന് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയും എഴുതാം. തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ സാമ്പിൾസാണ്, നമ്മുടെ ഒബ്സർവേഷൻസാണ്. നമ്മൾ അതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ലൈനിലാണ് നമ്മുടെ മീൻ വാല്യൂസ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്സർവേഷൻസിൻ്റെ ഒക്കെ മീൻ വാല്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടു. ഈ ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്, അല്ലെ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് എക്സിലേക്കുള്ള എത്രമാത്രം വേരി ചെയ്യുന്നു അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതിൻ്റെ മീൻ വാല്യൂ എടുക്കുന്നതാണ് നമ്മുടെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, എക്സ് ആൻഡ് വൈ ബി ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വിത്ത് പ്രോബബിലിറ്റി ഫങ്ഷൻ പി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 if x equal to 10 0 otherwise 1. പി വൈ ഓഫ് വൈ എന്ന് പറയുന്നത് 1/2 y ഈക്വൽ ടു 5 ആകുമ്പോൾ 1/2 y ഈക്വൽ ടു 15 ആകുമ്പോൾ 0 അതർവൈസ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എക്സും വൈയും അത് റാൻഡം വേരിയബിൾ അതിൻ്റെ PDF PMF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈയും ആണ് കാണേണ്ടത്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈയും കാണാൻ നമുക്ക് എന്തൊക്കെ കാണണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും ആദ്യം അറിയണം, അല്ലേ? അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മീൻ വാല്യൂ അല്ലേ? അതായത് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്, സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? 1 ഇൻറ്റു 10 പ്ലസ് 0 ആണ് അടുത്ത് വരുന്നത്. സോ 10 ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? 1/2 ഇൻറ്റു 5 പ്ലസ് 1/2 ഇൻറ്റു 50 പ്ലസ് 0 ആണ്. അപ്പോൾ എത്രയാ? 1/2 ഇൻറ്റു 20 വരും, 10 തന്നെയാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും ഇവിടെ 10 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, അല്ലേ? അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഈ ടേം എന്ന് പറയുമ്പോൾ തന്നെ എന്തായി? ഈ ഒരു ടേം ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് അതിൻ്റെ സമ്മേഷൻ, അങ്ങനെയല്ലേ? സമ്മേഷൻ എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി എക്സ് ആണ് വരിക. സോ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ജി ഓഫ് എക്സ് ഇൻറ്റു പി എക്സ് തന്നെയാണ് വരിക എന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റത്തെ ഒരു എക്സ് 1 ആണ്. 1 വരുമ്പോൾ 1 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 10 സോറി 1 അല്ല, എക്സ് ഈക്വൽ ടു 10 ആകുമ്പോൾ പ്രോബബിലിറ്റി ആണ് 1. ഓക്കെ, സോ 10 മൈനസ് 10 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് അതർവൈസ് എന്നുള്ള ടൈമിൽ അവിടെ പ്രോബബിലിറ്റി 0 ആണ്. ഇത് മതി. അപ്പോൾ എന്തായി, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 എന്നായി. ഇനി വേരിയൻസ് ഓഫ് വൈ കാണാം. വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ ആണ്. സോ സമ്മേഷൻ വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ ഇൻറ്റു പി വൈ ആണ് വരിക. സോ ഫസ്റ്റ് വൈ എന്ന് പറയുന്നത് എന്താണ്, വൈ 5 ആകുമ്പോൾ 1/2 ആണ് പ്രോബബിലിറ്റി, 15 ആകുമ്പോൾ 1/2 ആണ്. അപ്പോൾ 5 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എത്രയാണ്, 10 ആണ്. ഇപ്പോൾ ഹോൾ സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് 15 മൈനസ് 10 ഹോൾ സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് അടുത്ത പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഹോൾ സ്ക്വയർ അല്ലേ, 5 ഹോൾ സ്ക്വയർ വരും. ഇവിടെ 5/2 പ്ലസ് ഇവിടെയും 5/2. സോറി 5 സ്ക്വയർ ഉണ്ട് അവിടെ. ഓക്കെ, -5. ഓക്കെ, സ്ക്വയർ. അപ്പോൾ 25 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ വേരിയൻസ് ഓഫ് വൈ എന്ത് കിട്ടി, 25 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. അതായത് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും ഈക്വൽ ആയിരുന്നു. പക്ഷെ നമ്മുടെ വേരിയൻസ് എന്താണ്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0യും വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് 25 ആണ്. അതായത് വേരിയൻസ് ഓഫ് എക്സ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് വൈ ആണ്. ഓക്കെ, ഈ വേരിയൻസ് ഓഫ് എക്സ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് വൈൻ്റെ അർത്ഥം എന്താണ്, വൈ വേരീസ് മോർ ദാൻ എക്സ്. വേരിയൻസ് ഓഫ് വൈ ആണ് കൂടുതൽ, അതായത് എക്സിനേക്കാൾ വൈ കൂടുതൽ വേരി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിംപ്ലൈസ് വൈ വേരീസ് മോർ ദാൻ എക്സ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വൈ ഈസ് മോർ റാൻഡം ദാൻ എക്സ്. വൈ ആണ് എക്സിനേക്കാൾ മോർ റാൻഡം ആയിട്ടുള്ള. അപ്പോൾ വേരിയൻസ് കുറയുന്നതാണ് എപ്പോഴും നല്ലത്. മോർ എഫിഷ്യൻ്റ് എന്നൊക്കെ പറയുന്നത് വേരിയൻസ് കുറഞ്ഞതായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ, വൈ ഫോളോസ് ബെർണോളി തീറ്റ. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. നമുക്ക് വൈ ഈക്വൽ ടു 1 ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റയും വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് തീറ്റ എന്നുള്ളതാണ് നമ്മുടെ PDF വരിക. അത് വെച്ചിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് തീറ്റ എന്ന് കിട്ടും. നമ്മൾ എക്സ്പെക്ടേഷൻ്റെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി വേരിയൻസ് ഓഫ് വൈ ഈക്വൽ ടു എന്താണ് ഇവിടെ, എക്സ്പെക്ടേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഇത് ഹോൾ സ്ക്വയർ ആണ് അല്ലേ. സോ എക്സ്പെക്ടേഷൻ ഓഫ് വൈ മൈനസ് തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ എന്ത് വരും, ഫസ്റ്റ് തീറ്റ ആവുമ്പോൾ, അതായത് തീറ്റ മൈനസ് തീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 സോറി നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ട് എഴുതല്ലേ. അതായത് വൈ 1 ആണല്ലേ ഫസ്റ്റത്തെ, 1 മൈനസ് തീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു തീറ്റ പ്ലസ് 0
minus theta the whole square into powder probability 1 minus theta. 1 minus theta. And it expand theta minus 2 theta square plus theta cube plus theta square minus theta cube. And theta minus theta square equal to theta into 1 minus theta. So, this is Bernoulli distribution variance. Okay? Now, we have variance in properties. The properties are x എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്. എക്സ്പെക്റ്റഡ് വാല്യൂ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അങ്ങനെയാണ് വേരിയൻസ് ഓഫ് എക്സ് എപ്പോഴും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യും. വേരിയൻസ് ഓഫ് എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കും. അതായത് നമ്മൾ എക്സ്പെക്റ്റേഷൻ എടുത്ത പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്നാണ് വരിക. ബി അവിടെ ഉണ്ടാവും. എന്നാൽ വേരിയൻസ് എടുക്കുമ്പോൾ എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. ബിൻ്റെ ടേം ക്യാൻസൽ. വേരിയൻസ് ഓഫ് ബി, അതായത് വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ വരാത്തത്. സോ വേരിയൻസ് ഓഫ് എക്സ് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് mu x the whole square. നമ്മൾ വേരിയൻസ് ഓഫ് എക്സിനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇത് തന്നെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ whole square. Expectation of x square minus expectation of x the whole square. ഈ expectation of x square എന്ന് പറയുന്ന സെക്കൻഡ് മൊമെൻ്റ് ആണ്. അതുപോലെ expectation of x എന്ന് ഫസ്റ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ മീനാണ്. ഓക്കെ, ഇനി വേരിയൻസ് ഓഫ് എക്സ്, ഈ ഒരു വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ. ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് എഴുതാം? വേരിയൻസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണെന്ന്. ഇതൊരു ഇങ്ങനെ എഴുതാം. കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഇതൊരു പോസിറ്റീവ് ടേം ആണ് എപ്പോഴും. അപ്പോൾ മൈനസ് ഒരു പോസിറ്റീവ് ടേം അല്ലേ, അത് പോയി കഴിയുമ്പോൾ ഇത് വലിയൊരു ടേം ആയിരിക്കും. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇത് വേരിയൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഡീജനറേറ്റ് കേസിൽ മാത്രമായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായി എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഗ്മ എക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്. നമ്മൾ വേരിയൻസ് ഓഫ് എക്സിനെ സിഗ്മ എക്സ് സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് എക്സ് ആണെങ്കിൽ സിഗ്മ എക്സ് എന്ന് മാത്രം ഡിനോട്ട് ചെയ്യാം. അതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മൾ വേരിയൻസ് കണ്ടിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് വൈ, അതായത് ഒരു വേരിയബിളിൻ്റെ മാത്രം വേരിയൻസ് ആണ് പറഞ്ഞത്. ഇനി ജോയിൻറ്റ് വേരിയൻസ് എങ്ങനെയാണ്? അതായത് നമുക്ക് എക്സും വൈയും വരുന്ന ജോയിൻറ്റ് PDF വരുന്ന രീതിയിലുള്ള ഫങ്ഷൻ റാൻഡം വേരിയബിൾസ് ആണ് വരുന്നതെങ്കിൽ ജോയിൻറ്റ് വേരിയൻസ് ആയിട്ട് എങ്ങനെ അങ്ങനെ ഒരു ടേം കൂടെ വരും. അതായത് അതിന് നമ്മൾ കോവേരിയൻസ് എന്ന് പറയും. രണ്ടും കൂടെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, എത്രമാത്രം വേരി ചെയ്യുന്നു എന്നുള്ളത് ഒന്നിച്ച് പറയുന്നു. സോ കോവേരിയൻസ് എന്താണെന്ന് നോക്കാം. Covariance of two random variable x and y. Okay,
is given by covariance of xy equal to expectation of x minus mu x into y minus mu y ആണ്. mu x എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് തന്നെയാണ്. mu x എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. mu y എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് y ആണ്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ എക്സ് ഇൻറ്റു വൈ മൈനസ് മ്യൂ വൈ, ഇതാണ് കോവേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സും വൈയും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് അതിൻ്റെ ജോയിൻ PDF pxy സപ്പോസ് 1/2 ആണ്. x ഈക്വൽ ടു 3 y ഈക്വൽ ടു 4 1/3 ആണ്. x ഈക്വൽ ടു 3 y ഈക്വൽ ടു 6 1/6 ആണ്. x ഈക്വൽ ടു 5 y ഈക്വൽ ടു 6 0 അതർവൈസ്. ഇതാണ് നമ്മുടെ ജോയിൻ PDF ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെയായാലും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താ 3 × 1/2 പ്ലസ് 3 × 1/3 പ്ലസ് 5 × 1/6 എന്ന് പറയുന്നത് എന്താണ്? 10/3 ആണ് കിട്ടുക. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ 4 × 1/2 പ്ലസ് 6 × 1/3 പ്ലസ് 6 × 1/6 5 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 10/3, എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് കോവേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ കോവേരിയൻസ് ഓഫ് എക്സ് വൈ, കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ എക്സ് ഇൻറ്റു വൈ മൈനസ് മ്യൂ വൈ ആണ്. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് നമ്മുടെ മ്യൂ എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 10/3 ഇൻറ്റു വൈ മൈനസ് 5 ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് എന്താണ്? എക്സ് 3ഉം വൈ 4ഉം ആണ്. ആ കേസിൽ എന്ത് വരും? 3 മൈനസ് 10/3 ഇൻറ്റു 4 മൈനസ് 5. അതിൻ്റെ പ്രോബബിലിറ്റി 1/2 പ്ലസ് അല്ലേ എക്സ്പെക്ടേഷൻ ഓഫ് ഈ മൊത്തത്തിലുള്ള ഈ ടേം എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി പ്ലസ് സമ്മേഷനാണ്. ഓക്കെ, അടുത്തത് 3 മൈനസ് 10/3 ഇൻറ്റു രണ്ടാമത്തെ എന്താ? വൈ 6 ആണ്. 6 മൈനസ് 5 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 1/3 ആണ്. 1/3 പ്ലസ് അടുത്തത് എക്സ് എന്ന് പറയുന്നത് 5 ആണ്. 5 മൈനസ് 10/3 ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. 6 മൈനസ് 5 ഇൻറ്റു പ്രോബബിലിറ്റി 1/6 ആണ്. 1/6. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. സോ 1/3 ആണ് എക്സും വൈയുടെ കോവേരിയൻസ്. എക്സിൻ്റെ വൈൻ്റെ വേരിയൻസ് വേറെ ആയിരിക്കും, കോവേരിയൻസ് വേറെ ആയിരിക്കും. ജോയിൻ്റ് ആയിട്ടുള്ള വേരിയൻസ് പറയുമ്പോഴാണ് കോവേരിയൻസ് വരിക. ഓക്കെ, ഈ കോവേരിയൻസിനും ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് കോവേരിയൻസ്. ഇപ്പോൾ എക്സും വൈയും സെഡും 3 റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ കോവേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ്
BYZ. അതായത് ഇതും തമ്മിലുള്ള കൊവേരിയൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊവേരിയൻസ് ഓഫ് XY എന്ന് പറയുന്നത് എക്സും വൈയും തമ്മിലുള്ള കൊവേരിയൻസ് ആണ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? A ഇൻറ്റു കൊവേരിയൻസ് ഓഫ് XZ, അതായത് ഇങ്ങനെ A ഇൻറ്റു കൊവേരിയൻസ് ഓഫ് XZ പ്ലസ് B ഇൻറ്റു കൊവേരിയൻസ് ഓഫ് YZ ആയിരിക്കും. അതായത് കൊവേരിയൻസ് ഓഫ് AX പ്ലസ് BY, Z ഈക്വൽ ടു A ഇൻറ്റു കൊവേരിയൻസ് ഓഫ് XZ പ്ലസ് B ഇൻറ്റു കൊവേരിയൻസ് ഓഫ് YZ ആണ്. ഇതാണ് കൊവേരിയൻസിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കൊവേരിയൻസിന് നമ്മൾ കൊവേരിയൻസ് ഓഫ് XY എക്സ്പെക്റ്റേഷൻ ഓഫ് X മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് X ഇൻറ്റു Y മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് Y എന്നാണ് എഴുതിയത് അല്ലേ. അതായത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനെ മാറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് XY മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് X ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് Y എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനാണെങ്കിലും ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് XY കാണാം, എക്സ്പെക്റ്റേഷൻ ഓഫ് Xും എക്സ്പെക്റ്റേഷൻ ഓഫ് Yയും കാണാം. അത് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ. അതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ കൊവേരിയൻസ് ഓഫ് XY എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് എക്സും വൈയും തമ്മിലൊരു ഡിപ്പെൻഡൻസിയും ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ അവരുടെ ജോയിൻ്റ് ആയിട്ടുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കൊവേരിയൻസ് അവിടെ 0 ആയിരിക്കും. എന്നാൽ തിരിച്ച് കൊവേരിയൻസ് 0 ആയതുകൊണ്ട് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് കൊവേരിയൻസ് 0 ഡസ് നോട്ട് ഇംപ്ലൈ എക്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വൈ. പക്ഷേ എക്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വൈ ആണെങ്കിൽ കൊവേരിയൻസ് 0 ആയിരിക്കും എപ്പോഴും. ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ തരാം, നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ജോയിൻറ്റ് PDF എക്സിൻ്റെയും വൈൻ്റെയും ജോയിൻറ്റ് PDF എന്ന് പറയുന്നത് 1/4 if x equal to 3 y equal to 5, 1/4 if x equal to 4 y equal to 9, 1/4 if x equal to 7 y equal to 5, 1/4 x equal to 6 y equal to 9, 0 otherwise. ഇതാണ് എക്സിൻ്റെയും വൈൻ്റെയും ജോയിൻറ്റ് PDF. അങ്ങനെയാണെങ്കിൽ കൊവേരിയൻസ് ഓഫ് XY കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ വേരിയൻസ് ഓഫ് X പറഞ്ഞു, വേരിയൻസ് ഓഫ് AX പ്ലസ് B പറഞ്ഞു. ഇനി വേരിയൻസ് ഓഫ് X പ്ലസ് വൈ, എക്സും വൈയും വരുമ്പോൾ വേരിയൻസ് ഓഫ് X പ്ലസ് വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് X പ്ലസ് വേരിയൻസ് ഓഫ് വൈ പ്ലസ് 2 ഇൻറ്റു കൊവേരിയൻസ് ഓഫ് X ആൻഡ് വൈ ആണ്. ഓക്കെ, വേരിയൻസ് ഓഫ് X പ്ലസ് വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് X പ്ലസ് വേരിയൻസ് ഓഫ് വൈ പ്ലസ് 2 ഇൻറ്റു കൊവേരിയൻസ് ഓഫ് XY ആണ്. ഇനി എക്സും വൈ ഇൻഡിപെൻഡൻ്റ് ആയാൽ എന്ത് വേരിയൻസ് ഓഫ് X പ്ലസ് വൈ എന്ത് വരും? വേരിയൻസ് ഓഫ് X പ്ലസ് വേരിയൻസ് ഓഫ് വൈ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം കൊവേരിയൻസ് അവിടെ 0 ആയിപ്പോവും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി ബാക്കി കൊവേരിയൻസും കോറിലേഷൻ എന്നൊക്കെ ഉള്ള ടേംസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ.